ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഈസി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് പാൻ ചൂടാകുമ്പോൾ കുറച്ച് ഓയിലൊഴിക്കുക. ഇഷ്ടമുള്ള ഓയിലൊഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഓയിലൊഴിക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടുന്ന കുറച്ച് പെരിഞ്ചീരകവും 2-3 ഏലക്കയാണ് അതിടുകയാണ്. പെരിഞ്ചീരകം ഏലക്ക ഇട്ടു. അതിനുശേഷം അതൊന്ന് പൊട്ടി വരട്ടെ. ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് പൊട്ടട്ടെ. ഇപ്പം ജീരകവും ഏലക്കയും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിൽ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ സവാള വഴണ്ട് നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊക്കെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള വഴണ്ടി വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.25 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകാണ് ഞാൻ ചേർക്കുന്നത്, ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിടണം. പൊടിയെല്ലാം കരിഞ്ഞു പോകാതിരിക്കാനേ തീയൊന്ന് കുറച്ചിട്ട് നമുക്ക് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കി, ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് ഉണ്ണി വേറെ എടുത്തു. കാരണം അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഓൾറെഡി ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇത് ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അത് ചൂടോടെ ഞാൻ ഇളക്കിക്കൊണ്ടാണ് പൊടിഞ്ഞത്. ഇത് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഉണ്ണി ഇടുക. ഇതിൽ ഒരു ഉണ്ണി എൻ്റെ കയ്യിൽ നിന്ന് പൊടിഞ്ഞു പോയി. അത് ചൂടോടെ എടുത്തുകൊണ്ടാണ്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് ചെറിയ തീയിലൊന്ന് വേവിട്ട്. ഇപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഏകദേശം വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീരാണ്. അത് ഇതിനകത്ത് വേറെ പുളിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നാരങ്ങയുടെ നീര് ചേർത്ത് പിന്നെ കുറച്ച് മല്ലിയിലയും. അപ്പോൾ ഈ മുട്ടയുടെ ഉണ്ണി നമ്മൾ സെപ്പറേറ്റ് ചെയ്തതുകൊണ്ട് എല്ലാ വീട്ടിലൊക്കെ ഇപ്പോൾ ഹെൽത്തൊക്കെ നോക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ വെള്ളം വേണമെങ്കിൽ വെള്ളം മാത്രമായിട്ട് കഴിക്കാം, ഉണ്ണി കഴിക്കേണ്ടവർക്ക് ഉണ്ണിയായിട്ട് കഴിക്കാം. അങ്ങനെ അത് ഒരു ഉപകാരമാവും കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട, അങ്ങനെ നിർബന്ധമൊന്നുമില്ല എങ്ങനെയായാലും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
ഈസി എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ. താങ്ക് യു.